ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ബ്രെഡ് വെച്ചിട്ട് നല്ലൊരു സ്വീറ്റാണ് കേട്ടോ. അപ്പോൾ ഇഫ്താറൊക്കെയല്ലേ വരുന്നത്, അപ്പോൾ നല്ലൊരു സ്വീറ്റ് ഉണ്ടാക്കണം തോന്നിയിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ ബ്രെഡ് വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന സ്വീറ്റാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ചെറിയൊരു പാത്രത്തിലേക്ക് ഒരു 3 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കണം കേട്ടോ. അതിന് ശേഷം ഒരു 1/2 കപ്പ് പാലൊഴിച്ചിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്ത് കട്ടകളൊക്കെ ഉടച്ചതിന് ശേഷം നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് ഒരു പാൻ സ്റ്റവിൽ വെച്ചിട്ട് അതിലേക്ക് 1/2 ലിറ്റർ അളവിൽ പാൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. 250 ml അളവ് കപ്പിൽ 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാക്കിയിട്ട് എടുക്കണം. ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒരു കസ്റ്റാർഡിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഒരു ഫ്ലെയിം എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി, കാരണം അത് പെട്ടെന്ന് തന്നെ കുറുകി വരും. അപ്പോൾ ആ ഒരു കസ്റ്റാർഡ് പൗഡറൊക്കെ നമുക്കൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുക. ഈ ഒരു സമയത്ത് തന്നെ നമുക്കിതിലേക്ക് കുറച്ച് നട്ട്സും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബദാമും കാഷ്യൂവും എടുത്തിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയിട്ട് ഒരു തിക്കായിട്ട് വരുന്ന രീതിയിലാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതായത് ഇത് ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്, ഒരുപാട് അങ്ങോട്ട് തിക്കാക്കി എടുക്കണ്ട. ഈ ഒരു രീതിയിലാകുമ്പോൾ നമുക്ക് ഇത് ഓഫ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാൽപ്പൊടിയും കൂടി ചേർത്തതിന് ശേഷമാണ് നമ്മളിത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കുന്നത്. അപ്പോൾ ഇത് നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് ഒന്നും കൂടെ ഒന്ന് കുറുകി തിക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ ഞാനിവിടെ പഞ്ചസാര അല്ല പാൽപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇനി ഒരു ഫില്ലിങ് റെഡിയാക്കണം. ബ്രെഡിൻ്റെ ഉള്ളിൽ വയ്ക്കാനായിട്ടുള്ളൊരു ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് 3 ടീസ്പൂൺ പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. ഇനി ഇതിലേക്ക് 3 ടീസ്പൂൺ പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഫ്രഷ് ക്രീമാണ് കേട്ടോ. അപ്പോൾ ഇതും ഒരു 3 ടീസ്പൂൺ തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഫ്രഷ് ക്രീം ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫില്ലിംഗ് ആണ്. അപ്പോൾ ഫ്രഷ് ക്രീം ഉണ്ടെങ്കിലാണ് കറക്റ്റായിട്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് വരാം. അപ്പോൾ ഇല്ലാത്ത സമയത്താണെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് പാലൊഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിതിപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ബ്രെഡാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സ്വീറ്റ് എന്തോരം ഉണ്ടാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അത്രയും ബ്രെഡ് എടുക്കുക. അപ്പോൾ ബ്രെഡ് എടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം കേട്ടോ. സൈഡ് കട്ട് ചെയ്തിട്ട് നമുക്ക് മാറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫ്രഷ് ക്രീമും പാൽപ്പൊടിയൊക്കെ വെച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ഫില്ലിങ് ഉണ്ടല്ലോ, ആ ഒരു ഫില്ലിങ് നമുക്ക് ഈ ബ്രെഡിൻ്റെ ഉള്ളിലേക്കായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഒരു ബ്രെഡിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ ഈ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ സ്പൂൺ ഫില്ലിങ് എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള മറ്റൊരു ബ്രെഡ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള എല്ലാ ബ്രെഡും ഇതേപോലെ നമ്മൾ എത്രയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അത്രയും ബ്രെഡൊക്കെ നമുക്ക് ആദ്യം തന്നെ കട്ട് ചെയ്തതുപോലെ ഫില്ലിംഗ് ഒക്കെ വെച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ ഒരു സ്വീറ്റ് സെറ്റ് ചെയ്യാനായിട്ടൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ പീസൊക്കെ ഇതിൽ വെച്ച് കൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ ഇങ്ങനെ റൗണ്ട് ആക്കിയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ തണുപ്പിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഒരു കസ്റ്റാർഡിൻ്റെ മിക്സ് ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലതുപോലെ ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം നമുക്കിതിൽ ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് കുറച്ച് നട്ട്സും കൂടെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. കാണാനൊരു ഭംഗിയും അതുപോലെ തന്നെ നമ്മൾ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റുമാണ് ഈ ഒരു നട്ട്സൊക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഈ ഒരു സ്വീറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ നമ്മുടെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കാം. നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്